പൈത്തണിൽ ഇതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് യൂനെറ്റ് ആൻഡ് ഡീനെറ്റ്. ഈ 2 കാര്യങ്ങൾ. യൂനെറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡീനെറ്റിനെ കുറിച്ച് പറയാം. ഡീനെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഇമേജ് ഇട്ട് കൊടുത്തു. ഈ ഇമേജിലോട്ട് നോയ്സ് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡീനെറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് ചെറുതായിട്ടേ പറയുന്നുള്ളൂ. അപ്പം യൂനെറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ഇനി പറയാം. യൂനെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആഡ് ചെയ്ത നോയ്സിനെ പ്രോസസ്സ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓരോ അപ്രോച്ചിലും ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് ഇട്ട് കൊടുത്തു. അതായത് എൻ്റെ മോഡലിൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനൊരു ഡോഗാക്കി തരാൻ. അപ്പം ഫസ്റ്റ് നമ്മളുടെ മീൻ 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടി വരും. അപ്പം എന്താണ് നമ്മളുടെ നോയ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു 50% ഓഫ് നോയ്സ് ആഡ് ചെയ്യും. ഈ 50% നോയ്സ് ആഡ് ചെയ്തതിന് ശേഷം ഈ നോയ്സ് നമ്മളെ യൂനെറ്റ് റിമൂവ് ചെയ്യും. ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്ന് നമ്മളെ മോഡൽ ഇതൊരു ക്യാറ്റിനെ നമ്മുടെ ഡേറ്റ സെറ്റിൽ നിന്ന് ട്രെയിൻ ചെയ്യും. ഇതിനൊരു ഡോഗാക്കി എടുക്കും. ഈ ഒരു പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഞാൻ പറയാം. അപ്പം ഇതാണ് ഈ ഗൗഷ്യൻ പ്രോസസ്സിലെ മെയിനായിട്ട് വരുന്നത്. ഞാൻ ലളിതമായി കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറേ അൽഗോരിതംസൊക്കെ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു പ്രോഗ്രാം എക്സാമ്പിൾ ചെയ്തിരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഗൗഷ്യൻ പ്രോസസ്സ് എന്താണെന്ന് അത്യാവശ്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് ഗൗഷ്യൻ പ്രോസസ്സ് മാത്രമല്ല, ഇഷ്ടം പോലെ നോയ്സ് ആഡ് ചെയ്യാനും നമ്മുടെ ഈ ഒരു ഇമേജ് പ്രോസസ്സിങ്ങിൽ ധാരാളം അൽഗോരിതംസ് ഉണ്ട്. GAN ഉണ്ട്, സ്റ്റൈൽ GAN ഉണ്ട്, സൈക്ലിക് GAN ഉണ്ട്, അതുപോലെ തന്നെ പിക്സ് ടു പിക്സ് ഉണ്ട്. അപ്പം GAN എന്ന് പറഞ്ഞാൽ GAN വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് GAN എന്ന് പറഞ്ഞാൽ. GAN വേണമെങ്കിൽ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. GAN എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജനറേറ്ററുണ്ട്, ഒരു ഡിസ്ക്രിമിനേറ്ററും ഉണ്ട്. നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യും. ജനറേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളെ ഡിസ്ക്രിമിനേറ്റർ എന്താണ്, വെറുതെ ഇരിക്കുകയാണ്, ഓഫായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിമിനേറ്ററിലോട്ട് ഇമേജ് പോകാൻ നേരത്ത് എന്താണ് നമ്മളുടെ ജനറേറ്റർ ഓഫായിരിക്കുകയാണ്. ജനറേറ്റർ ഇമേജ് ജനറേറ്റ് ചെയ്യും, ഒരു ഫേക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യും. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് GAN എന്ന് പറഞ്ഞാൽ. നമ്മൾ ജനറേറ്റർ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യും, എന്നിട്ടിത് നമ്മുടെ ഡിസ്ക്രിമിനേറ്ററിലോട്ട് പോകും. ഈ ഇമേജ് ഒരു ഫേക്ക് ഇമേജാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിസ്ക്രിമിനേറ്ററിലോട്ട് പോകാൻ നേരത്തെ ഡിസ്ക്രിമിനേറ്റർ ചെക്ക് ചെയ്യും ഇത് ഫേക്കാണോ അല്ലേന്ന്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിമിനേറ്റർ പറയും ഇത് ഫേക്കാണെന്ന് പറയും. ഇത് ജനറേറ്റർ പറയും. ജനറേറ്റർ പിന്നെയും ജനറേറ്റ് ചെയ്യും. ഡിസ്ക്രിമിനേറ്റർ ഇപ്പം ഫേക്കാണ്, തിരിച്ചു വരും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്ന് നമ്മൾ ഇൻപുട്ടുമായിട്ട് നമ്മളെ മോഡലുമായിട്ട് മാച്ച് ആവുന്ന മോഡൽ പ്രെഡിക്റ്റ് ചെയ്യും. നമ്മളെ മാച്ച് ആവുന്ന ഒരു ഫേക്ക് ഇമേജ് ഉണ്ടെങ്കിൽ അതിനെ നോയ്സൊക്കെ റിമൂവ് ചെയ്ത് മാച്ച് ആവുന്ന സമയത്ത് ഇത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ വർക്കാവുന്ന നമ്മളെ ന്യൂറൽ നെറ്റ്വർക്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും ഈ ചാനൽ ഫോളോ ആയി ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് GAN, പിക്സ് ടു പിക്സ്, സൈക്ലിക് GAN, സ്റ്റൈൽ GAN, ഗൗഷ്യൻ പ്രോസസ്, ഡീനോയ്സിങ്, ഡിഫ്യൂഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഇൻട്രസ്റ്റ് ആവാനുള്ളൊരു പേപ്പറാണ്. ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അപ്പം ബൈ. ഞാൻ മെഷീൻ ലേണിങ്ങിൻ്റെ ഫുൾ കോഴ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. എങ്ങനെ ന്യൂറൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ SVM, അതുപോലെ ഇഷ്ടംപോലെ ധാരാളം അൽഗോരിതം ഉണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അതുപോലെ തന്നെ ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, അതുപോലെ തന്നെ കുറേ റിഗ്രഷൻ, അങ്ങനെ കുറേ റിഗ്രഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് തുടക്കം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇഷ്ടംപോലെ കാര്യങ്ങൾസ് ഉണ്ട്. ഫുള്ളി ഇൻട്രസ്റ്റിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് പതുക്കെ പഠിച്ചു തുടങ്ങാം.